മൻ തറക സലാത ആമിദൻ ഔ മുതഅമ്മിദ അബ്കാ ഫിന്നാരി സമാനീന ഉഖബ വസവൽ ഹുഖബ സമാനീന സനത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച് പറയുകയാണ്, മൻ തറക സലാത ആമിദൻ, ആരെങ്കിലും നിസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, ഔ മുതഅമ്മിദൻ, ആരെങ്കിലും മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ, അബ്കാ ഫിന്നാരി, അവൻ നരകത്തിന്റെ അടിയിൽ ഉണ്ടായിരിക്കുന്നതാണ്, സമാനീന ഉഖബ, 80 ഉഖബ് കാലം അവൻ നരകത്തിലുണ്ടായിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സംശയായി 80 ഉഖബ് പറഞ്ഞാൽ എന്താണ്? വൽ ഉഖബു, ഒരു ഹുക്കുബാകുന്നത് സമാനീന സനത, 80 വർഷമാണ്. ആ 80 വർഷം എന്ന് വെച്ചതാണ് ഒരു ഹുക്കുബ്. അങ്ങനത്തെ 80 ഹുക്കുബുകളാണ്. അങ്ങനെ കണക്ക് കൂട്ടി വെക്കുക. 80 × 80 6400 വർഷം ഒരു നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ 6400 വർഷം അവൻ നരകത്തിന്റെ അടിയിലുണ്ടായിരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കില്. സഹോദരങ്ങളെ, ഈ സമൂഹം വളരെ അധംപതിച്ചു പോവുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ثم رددناه أسفل السافلين. അധംപതനത്തിന്റെ അധമപടുംകൈകളിലേക്ക് അധംപതിച്ചു പോകുന്ന സമൂഹമായി കൊണ്ടിരിക്കുകയാണ്. ആ സമൂഹത്തിൽ നിസ്കാരം എന്ന് പറയുന്നതില്ല. നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്? ഒന്നുമില്ല. ആ അള്ളാഹ് ശ്രദ്ധയില്ലാതെ, അള്ളാഹു കാണുന്നുള്ള വിചാരമില്ലാതെ ഏതോ ചിന്താഗതിയിലായിക്കൊണ്ട് അവൻ നിസ്കരിക്കുന്നവനാണ്. അങ്ങനത്തെ നിസ്കാരം നിസ്കരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. നമ്മൾ എന്ത് ദോഷങ്ങൾ ചെയ്യുമ്പോഴും എന്ത് പാപങ്ങൾ ചെയ്യുമ്പോഴും അവന്റെ മനസ്സിനുള്ളില് കറുത്ത പുള്ളികൾ വരുമെന്നാണ്. ആ കറുത്ത പുള്ളികളുണ്ടല്ലോ, ആ കറുത്ത പുള്ളികൾ ഓരോ ദോഷങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലെങ്കിൽ പാപങ്ങൾ അധികരിപ്പിച്ചാൽ ആ കറുത്ത പുള്ളികൾ കരിങ്കട്ടയായി തീരുമെന്നാണ്. ആ കരിങ്കട്ടയായി തീരുന്നത് ആ മനസ്സിലുള്ള ആ കരിങ്കട്ടയെ ഒഴിവാക്കണമെങ്കിൽ, ആ മനസ്സിലുള്ള എല്ലാം ദുസ്വഭാവങ്ങളെല്ലാം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു നിർബന്ധമാക്കപ്പെട്ട ഒരു സാധനമുണ്ട്, തഖ്വ എന്ന് പറയുന്ന സാധനം. ആർക്കില്ലാത്ത സാധന? ഏറ്റവും ചില ആളുകൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നവരാണ്, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവരാണ്. പറഞ്ഞിട്ടെന്താ? തഖ്വ അവന്റെ അടുത്ത് കൂടെ പോയിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് അത് നന്മയായി കൂട്ടുകയില്ല, അത് മറിച്ച് തിന്മയായാണ് കൂട്ടുക. സഹോദരങ്ങളെ, എന്ത് ചെയ്യുമ്പോഴും, എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, എല്ലാ തസ്ബീഹ് ചെല്ലുമ്പോഴും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള വിചാരം വേണം. എല്ലാ നിസ്കാരത്തിലും അള്ളാഹുവിലേക്ക് തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ, ആ തക്ബീർ കെട്ടിയാലുടൻ അവന്റെ ചിന്താഗതികൾ മാഞ്ഞു പോവുകയാണ്. അവൻ ഏതോ ലോകത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതേത് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിലും അള്ളാഹുവിനല്ല, നിന്റെ വീട്ടുകാർക്കാണ് നോമ്പനുഷ്ഠിക്കുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ നോമ്പ് നോറ്റിട്ടുണ്ടോ? ഞാൻ നോമ്പ് നോറ്റിട്ട് എന്ന പേരിന് വേണ്ടി മാത്രം നിസ്കരിക്കുന്നവർ, എന്ന പേരിന് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവനാണ് വലുതാണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാ നോമ്പനുഷ്ഠിക്കുന്നവനാ, എല്ലാ സമയത്തും എല്ലാ ജമാഅത്തായി നിസ്കരിക്കുന്നവനാ, അവര് ജമാഅത്തിന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനാ. പറഞ്ഞിട്ടെന്താ? അവന്റെ അടുത്ത് കൂടെ തെക്ക് പോയിട്ടില്ല. അവൻ ആളെ കാണിക്കാൻ ചെയ്യുന്നതല്ലേ, ആളെ കളിക്കാൻ വേണ്ടി, ആളുകൾ പറയാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ഇതെല്ലാം തഖ്വയിൽ കൂട്ടൂല. തഖ്വയില്ലാതെ ആരെങ്കിലും നിസ്കരിച്ചാൽ പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുകയാണ്, വൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ. അപ്പോൾ നിസ്കരിക്കുന്നവർക്കാണ് നരകം. എങ്ങനെ നിസ്കരിക്കുന്നവർക്കാ? നമ്മള് നിസ്കരിച്ചോ അതൊക്കെ നരകത്തിലോ? നിസ്കരിച്ചോലൊക്കെ നരകത്തിലോ? അതിപ്പോ എന്ത് കഥ? അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും.
ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നിഗൂഢമായ നരകമാകുന്നത് നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. എങ്ങനെ നിസ്കരിക്കുന്നവർക്ക്? അല്ലദീനഹും, അവരായി തീർന്നിരിക്കുന്നതോ തീർന്നിരിക്കുന്നു, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധവാനായവർക്കാണ് നിസ്കാരം കൊണ്ട് ഹറാമാക്കപ്പെടുക. അവൻ നിസ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഏത് തക്ബീർ കെട്ടിയാലും, ഏത് നിസ്കാരത്തിന്റെ തക്ബീർ കെട്ടിയാലും അവന്റെ ചിന്താഗതികൾ മാറിപ്പോയിരിക്കുകയാണ്. അത് സുന്നത്ത് നിസ്കാരമാകട്ടെ, സുന്നത്ത് നിസ്കാരമല്ലേ എന്ന് വിചാരിച്ച് നിസ്സാരപ്പെടുത്തുന്ന സഹോദരങ്ങളുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. സുന്നത്ത് നിസ്കാരമല്ല, ഇതൊഴിവായാലെന്താ? പക്ഷേ ഏത് സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും ആ സുന്നത്തിലേക്ക് തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ